ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ്. ഇതിന് വേണ്ടിയിട്ട് 2 കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് 2 കളേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ 2 സ്റ്റിച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ച് ബീഡ് വർക്കും ഉണ്ട്. ആദ്യം ഇതുപോലെ നെക്കിന് ചുറ്റും റണ്ണിങ് സ്റ്റിച്ചോ അല്ലെങ്കിൽ ബാക്ക് സ്റ്റിച്ചോ യൂസ് ചെയ്തിട്ട് ഒരു കളർ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ റണ്ണിങ് സ്റ്റിച്ച് പോലെ അതിൻ്റെ ഇടയിൽ സ്പേസ് വിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം വേറൊരു ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലേസ്ഡ് സ്റ്റിച്ചോ അല്ലെങ്കിൽ വിപ്ഡ് സ്റ്റിച്ചോ ചെയ്യാം. ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ചോ അല്ലെങ്കിൽ ലേസ്ഡ് ബാക്ക് സ്റ്റിച്ച് ആണെങ്കിലും ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്നത് വിപ്ഡ് സ്റ്റിച്ചാണ്. ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ചും ലേസ്ഡ് ബാക്ക് സ്റ്റിച്ചും അതല്ലെങ്കിൽ വിപ്ഡ് സ്റ്റിച്ചിൻ്റെ ഒക്കെ ട്യൂട്ടോറിയൽസ് നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു വീഡിയോയുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വേറൊരു കളർ യൂസ് ചെയ്തിട്ട് വിപ്ഡ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. 2 കളർ വരുന്ന ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം. താഴേക്ക് ചെയ്യുന്നത് 2 കളർ ആയതുകൊണ്ടാണ് ഇവിടെയും 2 കളർ യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴേക്ക് ചെയ്തിരിക്കുന്നത് ഫ്ലൈ സ്റ്റിച്ചാണ്. ഇതുപോലെ ഓരോ കളർ ഇടവിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഈ എല്ലാ സ്റ്റിച്ചും ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് എല്ലാ സ്റ്റിച്ചിലും ഒരുപോലെ ചെയ്യണം. അതുപോലെ തന്നെ ഈ സെൻറ്ററിൽ ചെയ്തിരിക്കുന്ന സ്റ്റിച്ചിൻ്റെ ലെങ്ത്തും എല്ലാ സ്റ്റിച്ചിലും ഒരുപോലെ ചെയ്താൽ ഏകദേശം ഈ ഒരു ഡിസൈൻ ഒരുപോലെ തന്നെ വരും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ബീഡ്സ് ചെയ്തിരിക്കുന്നത് 2 സ്റ്റിച്ച് വിട്ടിട്ട് 3ാമത്തെ സ്റ്റിച്ചിൽ അങ്ങനെയാണ് ഓരോ ബീഡ്സും കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എല്ലാ സ്റ്റിച്ചിലും ബീഡ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ സ്റ്റിച്ചിലും 2 ബീഡ്സ് വെച്ചിട്ടും കൊടുക്കാം. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് കറക്റ്റായിട്ട് വരണമെങ്കിൽ ഈ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ലൈൻ കൂടാതെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ലൈനും കൂടെ കൊടുത്താൽ ആ ഒരു വിഡ്ത്തും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നോക്കിയിട്ട് ഓരോ അകലം കറക്റ്റാക്കിയിട്ട് ചെയ്താലും മതി.
ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിപ്പം നല്ല സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കുറച്ചും കൂടെ ബീഡ് വർക്കൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഓരോ ലൈനായിട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ഓരോ ലൈൻസ് ബീഡ്സും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചെയ്തത്. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.